നമസ്കാരം. ഇന്ന് കാതിക പറയാൻ ഉദ്ദേശിക്കുന്ന കഥ മണ്ണാങ്കട്ടിയും കരയിലയും. ഈ കഥ വളരെ പഴക്കം ചെന്ന കഥയാണ്. അതായത് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെപ്പോലെ ചെറുതായിരുന്നപ്പോൾ അവർ കേട്ട കഥയാണ്. അവരോട് അവരുടെ അച്ഛനും അമ്മയും, അതായത് നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും അവർക്ക് പറഞ്ഞു കൊടുത്ത കഥയാണ്. ഇത് മണ്ണാങ്കട്ടിയും കരിയിലയുടെയും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ, അവരുടെ കൂട്ടുകെട്ടിൻ്റെ ഒരു കഥയാണ്. എന്നാൽ നമുക്കത് തുടങ്ങാം. കഥ തുടങ്ങും മുമ്പ് എന്താ മണ്ണാങ്കട്ടിയും എന്താ കരിയിലയും അറിയാമോ? അറിയാൻ പാടില്ലാത്ത കൂട്ടുകാർക്ക് പറഞ്ഞുതരാം. കരിയില എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൽ നിന്ന് ഉണങ്ങി വീഴുന്ന ഇലയാണ് കരിയില. കരിഞ്ഞു പോയ ഇല. നിങ്ങൾ വാടിയ ഇലകളും മരിഞ്ഞ ഇലകളും കണ്ടിട്ടില്ലേ? മണ്ണാങ്കട്ടി എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഒരു കട്ട. മണ്ണപ്പം കളിച്ചവർക്കറിയാം. ഒരു ചിരട്ടയിൽ നമ്മൾ മണ്ണ് വെച്ച് കുഴച്ച് അപ്പം ഉണ്ടാക്കില്ലേ, അത് തരത്തിലൊരു മൺകട്ടയാണ്. അപ്പം അങ്ങനെ മണ്ണാങ്കട്ടയും ഒരു കരിയിലയുടെയും കഥയാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കഥ തുടങ്ങാം. ലെറ്റ് സ്റ്റാർട്ട്. ഒരു കാറ്റ് കാലമായിരുന്നു. കാറ്റ് ആഞ്ഞ് വീശുന്നു. ഈ കരിയിലകളൊക്കെ പറന്ന് പൊടിയും അരച്ച് പിടിച്ച ഒരു ദിവസം നമ്മുടെ മണ്ണാങ്കട്ടി ഒരു വീട് മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ മുന്നിലേക്ക് ഒരു കരിയില പറന്ന് വീണു. അവൻ നോക്കി. ആ കരിയിലേക്ക് വളരെ വിഷമമായിരുന്നു, വളരെ ദുഃഖിതനുമായിരുന്നു. അവന് ആ ദുഃഖത്തിൻ്റെ കാരണം അറിയാൻ അവൻ കരിയിലയോട് ചോദിച്ചു, എന്താ കൂട്ടുകാരാ നിനക്ക് ഇത്ര വിഷമം? എന്തു പറ്റി? നിനക്ക് വിരോധമില്ലെങ്കിൽ എന്നോട് തുറന്നു പറയൂ. എന്താ സംഗതിയെങ്കിലും ഞാനൊന്ന് കേൾക്കട്ടെ. എന്താ കൂട്ടുകാരാ, പറഞ്ഞൂടെ? പറയാൻ കൂട്ടുകാരാ, കരിയില കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്താ ആ നിൽക്കുന്ന കൂറ്റൻ മരത്തിനാണ് ഞാൻ ജനിച്ചു വളർന്നത്. മൂത്ത് പഴുത്ത് കൊഴിഞ്ഞു വീണ് അതിൻ്റെ കിടക്കിൽ തന്നെ എന്ന് പറഞ്ഞ് തീരും മുമ്പ് തന്നെ കരിയില കരയാൻ തുടങ്ങി. അത് കണ്ട് മണ്ണാങ്കട്ടിക്ക് വീണ്ടും വിഷമമായി. എന്നിട്ട് പറയൂ, ഒന്നും ഒളിപ്പിക്കണ്ട. അതോ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ? ഒന്നുമില്ല, ഞാൻ എല്ലാം തുറന്നു പറയാം. കാറ്റുകാലം തുടങ്ങിയപ്പോഴാണ് എനിക്ക് സങ്കടം. ഈ നാടും വീടും വിട്ടുപോകാൻ എനിക്ക് തോന്നുന്നേയില്ല. നമ്മുടെ അപ്പുറത്ത് ഒഴുകുന്ന ഒരു പുഴയുണ്ട്. കുത്തി ഒഴുകുന്ന പുഴയാണത്. കാറ്റ് വന്ന് ഞാൻ പറന്നുപോയി ആ പുഴയിൽ വീണാൽ അവിടെ ചീഞ്ഞലിയും. അതിലെനിക്ക് സംശയമേ ഇല്ല. ആയുഷ്കാലം മുഴുവൻ എനിക്കിവിടെ കഴിഞ്ഞുകൂടാനാണ് താല്പര്യം. അതാണ് കൂട്ടുകാരാ എൻ്റെ വിഷമം. എനിക്കിവിടം വിട്ടു പോകണ്ട. എനിക്ക് ജീവിതകാലം മുഴുവനും ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം. കരിയില സംസാരം നിർത്തിയപ്പോൾ കുറേ നേരം മണ്ണാങ്കട്ട ആലോചിച്ചു തുടങ്ങി. എങ്ങനെ കരിയില രക്ഷിക്കാം? കുറച്ച് കഴിഞ്ഞപ്പോൾ അവനൊരു പ്രതിവിധി കിട്ടി. കരയല്ലേ, സമാധാനിക്കും. നിന്നെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കും കൂട്ടുകാരാ. എങ്ങനെ? വേഗം പറയൂ. എങ്ങനെ രക്ഷിക്കാൻ കഴിയും? ഞാനൊരു സൂത്രം ചെയ്തു തരാം. ഈ കാറ്റുകാലം കഴിയുന്നവരെ നിങ്ങളുടെ പുറത്ത് ഞാൻ കയറിയിരിക്കാം. അത്ര ഉഗ്രം കാറ്റ് വന്നാലും അനങ്ങ പോലും ചെയ്യില്ല. എൻ്റെ ഭാരത്തിൽ നിനക്കിരിക്കാം. എന്താ, അതുപോലെ? മതി, എനിക്ക് സന്തോഷമായി. എന്തിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. സാരമില്ല കൂട്ടുകാരാ, ഇത് ചെറിയ ഉപകാരം മാത്രം. നിങ്ങളെ രക്ഷിക്കുന്നതിനായി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. എന്നാൽ അടുത്ത കാറ്റ് വരുമ്പോഴേക്കും വേഗം കയറിയിരുന്ന കൂട്ടുകാരാ. ഞാൻ തെറിച്ചു പോയ ശേഷം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിയാ, വേഗം. തൻ്റെ പുറത്ത് മണ്ണാങ്കട്ട കയറിയിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കരിയിലയുടെ ശ്വാസം നേരെ വീണത്. ഇനി എന്ത് കുഴപ്പം വന്നാലും നമുക്ക് നേരിടാം. കാറ്റ് വന്നു, ചുഴലിക്കാറ്റ് വന്നു, പലവട്ടം കൊടുങ്കാറ്റ് വന്നു പോയി. അവരെ എല്ലാം തോൽപ്പിച്ച് രണ്ട് കൂട്ടുകാരും സന്തോഷത്തോടെ നിന്നു. കാലം പിന്നെയും കഴിഞ്ഞു. കാറ്റ് നിന്നു, വേനൽ പോയി, സമ്മർ പോയി, മഴക്കാറുകൾ നീർന്നു, റെയിനി സീസൺ വന്നു. ആകാശം കറുത്തിരുണ്ടു. മഴ പെയ്യാറായി. ആദ്യത്തെ മഴ പെയ്തു തുടങ്ങി. അതൊരു ചാറ്റൽ മഴയായിരുന്നു. ആ മഴയത്ത് നമ്മുടെ മണ്ണാങ്കട്ട അല്പം കുതിർന്നു, കുറച്ച് അലിഞ്ഞും പോയി. ഇനി എൻ്റെ കഷ്ടകാലമായി, മണ്ണാങ്കട്ട പറഞ്ഞു. ഈ വർഷകാലം കഴിയുന്നതിന് മുമ്പ് എൻ്റെ കഥ തീരും. ഞാൻ കുതിർന്നലിഞ്ഞ് കുത്തി ഒലിച്ചു പോകും. എൻ്റെ കാര്യം കഷ്ടം തന്നെ. ചുരുക്കത്തിൽ നമ്മൾ രണ്ടുപേരുടെയും ജന്മം അവസാനിക്കുമെന്ന് സാരം. കൂട്ടുകാരാ, ഒരു പ്ലാനുണ്ട്, കരിയില പറഞ്ഞു.
എന്നെ രക്ഷിച്ച എൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ ഞാനൊരു ഉപായം കണ്ടെത്തി. എന്താ എന്താ ചങ്ങാതി, എന്താ കൂട്ടുകാരെ, എന്താ പ്ലാൻ? മണ്ണാങ്കട്ടി ചോദിച്ചു. അടുത്ത മഴയ്ക്ക് മുമ്പ് തന്നെ കൂട്ടുകാരൻ എൻ്റെ പുറത്തു നിന്ന് ഇറങ്ങണം. എന്നിട്ട് ഞാൻ നിങ്ങളുടെ മുകളിൽ കുട പിടിച്ചതുപോലെ ഇരിക്കാം. മഴയെ തോൽപ്പിക്കാൻ അതേ ഉള്ളു വഴി. ഫാന്റാസ്റ്റിക്, ഭലേ ഭേഷ്, മണ്ണാങ്കട്ടി സന്തോഷമായി പറഞ്ഞു. നല്ല ബുദ്ധി, ഞാനിതാ നിങ്ങളുടെ പുറത്തു നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ കരിയില മണ്ണാങ്കട്ടിയെ മഴയിൽ നിന്ന് കുതിരാതെ രക്ഷിച്ചു. അതിനു മുമ്പ് മണ്ണാങ്കട്ടി കരിയില പറക്കാതെ രക്ഷിച്ചില്ലേ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പായി സുഖമായി നിന്നു. എന്നാൽ അത് അധികം നേരം നിലനിന്നില്ല. ശക്തമായ കാറ്റും മഴയും ഒന്നിച്ചു വന്നു. കരിയില പറന്നും പോയി, മണ്ണാങ്കട്ട അലിഞ്ഞും പോയി. മണ്ണാങ്കട്ടിയുടെയും കരിയിലയുടെയും ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് ഞാൻ പറഞ്ഞ പോലെ വളരെ വളരെ പഴയ കഥയാണ്. രണ്ട് കൂട്ടുകാരുടെയും, അവർക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് കുറേ നാൾ കൂടെ നിൽക്കാൻ പറ്റി. നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരെ സഹായിച്ച് സന്തോഷമായി ജീവിക്കുക. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യേണ്ട മൂന്ന് കാര്യം: ആദ്യം ലൈക്ക് ചെയ്യുക, രണ്ടാമത് ഷെയർ ചെയ്യുക കൂട്ടുകാരുമായി, മൂന്നാമത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത കഥ അറിയും വരെ താങ്ക് യു, ബൈ.